എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2013 ഡിസംബർ 19 ഞാൻ ദൃശ്യം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയൊരു തരിപ്പുണ്ട്. മെയിൽ വന്ന ഒരു വൻ ഹൈപ്പ് പടം ലാലേട്ടന്റെ ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 ആയിരുന്നു. ഇത് പടം മൊത്തം മുതുക്ക് കോമഡികൾ. രാത്രി ഒരു 12 കഴിഞ്ഞപ്പോ ബാത്റൂമിൽ പോകാനായിട്ട് ഞാൻ എഴുന്നേറ്റു. അപ്പൊ നമ്മൾ വാഴകൃഷി ചെയ്ത ആ ഭാഗത്ത് ഒരു ടോർച്ചിന്റെ വെളിച്ചം. പടം മൊത്തം മുതുക്ക് കോമഡികൾ. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴിച്ച് താഴോട്ട് പോയി. അതോടെ ആള് ബക്കറ്റ് സ്റ്റാർ പോയി. കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. വാസുവണ്ണൻ. വാസുവണ്ണന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആവുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. എജാതി ചോപ്പ്. അടുത്ത കോമഡി സിദ്ദിഖ്. ഞാനിവിടെ കുറെ നേരമായി വടിവിഴിഞ്ഞ പോലെ നിൽക്കുന്ന താൻ കാണുന്നില്ലേ? മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. സാർ, നിങ്ങളാണ് പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോ പുള്ളി നേരെ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ മൂഡിലേക്ക് പോയി. ആന മതമിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ഉടനെ വാമ്പയർ വാസുവണ്ണൻ. എന്നാ പിന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാൻ ജോർജ് കുട്ടിയെ. എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. എന്നെ കൊല്ലണ ജോർജ് കുട്ടി. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എന്നെ കൊല്ലണ ജോർജ് കുട്ടി. ഇതിന്റെ ഒക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴയില്. അയ്യന്റെ മോനെ. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും